ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് പാത്രത്തിൻ്റെ മുക്കാ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മക്രോണീൻ്റെ സാധനമാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് പരസ്പരം ഒട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ടേക്ക് 2 കപ്പ് മക്രോണി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ മക്രോണി എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കണ്ണോപ്പിലേക്കാട്ടോ മാറ്റി കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ മക്രോണി ഫ്രൈ ചെയ്യുന്ന ടൈം ഈ മക്രോണിയിൽ ഒരു തുള്ളി പോലും വെള്ളം പറ്റൂല. അപ്പോൾ നമ്മൾ അതൊരു കണ്ണോപ്പിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടേക്ക് നല്ല പച്ചവെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കുന്ന ടൈം നമ്മളെ മക്രോണിയൊക്കെ തമ്മിൽ പറ്റിപ്പിടിക്കൂല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല മക്രോണിയൊക്കെ വെള്ളമൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തും പിടിപ്പിക്കണം. ഒരു മക്രോണിയിൽ പോലും ആവാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് നന്നായി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതല്ലേ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു കടായിൽ അതിൻ്റെ ഭാഗം വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഓയിൽ നമ്മൾ കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷം അത് തിളച്ചോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്രോണിയിൽ നിന്ന് ഒറ്റൊരു പീസ് എടുത്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഇതിലോട്ടേക്ക് 2-3 പ്രാവശ്യമായിട്ട് മക്രോണി ഓരോ പിടിയായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും പിന്നെ നമ്മളെ വറ്റൽ മുളകില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് വരും. ഈ നല്ല ഫ്രൈ ആയിട്ട് ഈ മക്രോണി നല്ല ഫ്രൈ ആയിട്ട് വരുന്ന ടൈം ഒരു അടിപൊളി ടേസ്റ്റ് വരാനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും. ഇത് ഇടാനും ചെയ്യാം നിങ്ങൾക്ക്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഇത് കണ്ടില്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കോരി മാറ്റി കൊടുക്കാം. നമ്മളിത് ഫുള്ളായി മാറ്റാണ്. എല്ലാം അതിൻ്റെ കരുവേപ്പിലയും മുളകും ഒക്കെ മാറ്റി കൊടുക്കുക. ഒന്നും പിന്നെയും നമ്മൾ ഫ്രൈ ചെയ്ത് തന്നെ രണ്ടാമത്തെ വട്ടിയും പിന്നെയും ഇടരുത്. വറ്റൽ മുളകാണെങ്കിലോ അത് പിന്നെയും ഇട്ടാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഇടാനാണ്. ഇനിതാ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഫുള്ള് കോരി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ട് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് ഞാൻ കരിവേപ്പിലയും വറ്റൽ മുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബാച്ചിലും നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ബാച്ച് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിതാ നമ്മളത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നല്ലേ. അപ്പം ഞാനിത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ബാച്ച് മൊത്തമായി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമ്മൾ അതിൻ്റെ മസാലാസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇടുന്ന ടൈം ശ്രദ്ധിക്കണേ. ഉപ്പ് നമ്മൾ നേരത്തെ മക്രോണി വേവിക്കുന്ന ടൈം ഇട്ടുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഗരം മസാല ഇടുന്നില്ല. അപ്പോൾ ഈ സ്പെഷ്യൽ മസാലയും കൂടി ചേർത്തതിന് ശേഷം കേട്ടില്ലെങ്കിൽ ഈ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാൽ എന്താ അല്ലേ, നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ കൈനെ കൊണ്ടും കൂടി ഒന്ന് മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണെന്ന്. ഇനി നമ്മളിതൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താ സൗണ്ട്. അപ്പം ഞാനൊന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം.
അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.